ടാറ്റ ഗ്രൂപ്പുമായി ചേർന്ന് കപ്പൽ നിർമ്മാണശാലയെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ വിശദീകരണവുമായി സർക്കാർ. വരും വർഷങ്ങളിൽ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപ സാധ്യതയാണ് 10,000 കോടി. അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ഇത്രയും തുകയുടെ ഏക നിക്ഷേപ കരാർ അന്തിമമായി ഉറപ്പിച്ചുവെന്നല്ലെന്നും വിശദീകരണം. കപ്പൽ നിർമ്മാണശാലയ്ക്കായി ടാറ്റ 10,000 കോടി രൂപ നിക്ഷേപിക്കുമെന്നായിരുന്നു അഭിമുഖത്തിലെ മുഖ്യമന്ത്രിയുടെ പരാമർശം. സുനിൽ വിശദാംശങ്ങളുമായി. സുനിൽ, ഇന്നിപ്പോൾ എക്കണോമിക് ടൈംസിലാണ് അങ്ങനെ ഒരു പദ്ധതിയിലേക്കും ടാറ്റയില്ല എന്ന് വെളിപ്പെടുത്തിക്കൊണ്ടുള്ളൊരു പ്രതികരണം വന്നത്. അതിനെ തുടർന്നാണ് സർക്കാരിന്റെ വിശദീകരണം. എന്താണ് ആ വിശദീകരണത്തിൽ പറയുന്നത്? സുനിൽ, കേൾക്കാമോ? സുനിൽ, കേൾക്കാമോ? ഒരു വിദേശ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല ആരംഭിക്കുന്നതിനായി അനുമതിക്കായി ടാറ്റ ഗ്രൂപ്പ് അപേക്ഷ നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന വരുന്നത്. 10,000 കോടി രൂപ ഇതിനായി ടാറ്റ കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ അവകാശവാദം. പക്ഷേ കേരളത്തിൽ കപ്പൽ നിർമ്മാണശാല സ്ഥാപിക്കാൻ അനുമതി തേടി അപേക്ഷ നൽകിയെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ആശയക്കുഴപ്പമുണ്ടാക്കിയെന്നാണ് ടാറ്റ ഗ്രൂപ്പിലെ ഒരു മുതിർന്ന എക്സിക്യൂട്ടീവിനെ ഉദ്ധരിച്ച് എക്കണോമിക്സ് ടൈംസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. ഗ്രീൻഫീൽഡ് കപ്പൽ നിർമ്മാണശാല ആരംഭിക്കാനുള്ള ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും കേരളത്തിൽ നിന്നും, അതുകൊണ്ട് തന്നെ അത്തരമൊരു ആലോചന പോലും കേരളത്തിൽ ടാറ്റ ഗ്രൂപ്പിന് ഇല്ലെന്നുമായിരുന്നു അവരുടെ ഒരു വിശദീകരണം. ടാറ്റയുടെ ഔദ്യോഗിക വിശദീകരണമായിരുന്നില്ല. പക്ഷേ അങ്ങനെയാണ് ടാറ്റയുടെ ഉദ്ധരിച്ചുകൊണ്ട് എക്കണോമിക്സ് ടൈംസ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൃത്യമായി മറുപടി വരുന്നു. അതായത് ആലോചിച്ചത് 10,000 കോടി രൂപയുടെ ആകെ നിക്ഷേപം എന്ന തരത്തിലാണ് മുഖ്യമന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തിയത്. വരും വർഷങ്ങളിൽ സർക്കാർ ലക്ഷ്യമിടുന്ന ആകെ നിക്ഷേപ സാധ്യത മാത്രമാണ് 10,000 കോടി രൂപ. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി നിക്ഷേപ കരാർ ഉറപ്പിച്ചെന്നല്ല മുഖ്യമന്ത്രി അതിലൂടെ പറഞ്ഞത്. മിഷൻ സമൃദ്ധിയുടെ ഭാഗമായി കേരളത്തെ രാജ്യത്തെ പ്രമുഖ കപ്പൽ നിർമ്മാണ സമുദ്ര വ്യവസായ കേന്ദ്രമായി വികസിപ്പിക്കുന്നതിനുള്ള സർക്കാരിന്റെ കാഴ്ചപ്പാടും നിക്ഷേപ ആകർഷണ പദ്ധതിയുമാണ് മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പരാമർശിച്ചത്. വിവിധ പദ്ധതികളിലൂടെ, വിവിധ നിക്ഷേപകരിലൂടെ വരും വർഷങ്ങളിൽ സംസ്ഥാനത്തേക്ക് ആകർഷിക്കാൻ സർക്കാർ ആകെ ലക്ഷ്യമിടുന്നത് 10,000 കോടി രൂപയാണ്. അതിന്റെ ഭാഗമായി മലബാർ സിമന്റ്സ് ലിമിറ്റഡ്, ടാറ്റ പ്രോജക്ട് ഗ്രൂപ്പിന്റെ ഭാഗമായ ആർട്സ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് ഇവരൊക്കെ ചേർന്ന് കൊച്ചിൻ പോർട്ടിൽ കപ്പൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നതിനുള്ള സംയുക്ത സംരംഭത്തിന് സർക്കാർ സൗകര്യമൊരുക്കിയത്. പദ്ധതിക്ക് ആവശ്യമായ പ്രധാനപ്പെട്ട അനുമതി എല്ലാം ലഭിച്ചിട്ടുണ്ട്. കൊച്ചിൻ പോർട്ട് അതോറിറ്റി ആവശ്യമായ ഭൂമി ലഭ്യമാക്കുകയും പ്രാഥമിക വികസന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ മിഷൻ സമുദ്ര എന്ന് പറയുന്നത് ഒരു വിശാലമായ പദ്ധതിയാണ്. അതിന്റെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, കൊച്ചി തുറമുഖം, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയുൾപ്പെടെ സംസ്ഥാനത്തെ തീരദേശ മേഖലയെ എല്ലാ തരത്തിലുള്ള സാധ്യതകളും പ്രയോജനപ്പെടുത്തുക എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അല്ലാതെ ടാറ്റ ഇൻവെസ്റ്റ് ചെയ്തു എന്നല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അപേക്ഷ നൽകിയെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിച്ചതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്.